ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു Q&A ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേരോടൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ലവ് സ്റ്റോറിയാണ് ചോദിച്ചേക്കുന്നത്. അത് കുറേ പറയാനുണ്ട്, അതുകൊണ്ട് ഇപ്പം അത് പറയുന്നില്ല. വിവീനെ മിസ് ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി ചെയ്യാറ്, അത് അറിയണമെന്നുണ്ട്. ഒരമ്മ എന്ന നിലക്ക് പെട്ടെന്ന് വാവനെ മിസ് ചെയ്യുമ്പോൾ വീഡിയോ കോൾ വിളിക്കാം, ബട്ട് എന്നാലും അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയായിരിക്കും അവനെ വിളിക്കുമ്പോൾ ഉള്ള അവൻ്റെ റിയാക്ഷൻ? അപ്പം അത് പറയുമ്പോൾ ആദ്യം മുതലേ പറയണം. കാരണം ഞാൻ അവനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്താണ് OET പഠിക്കുന്നത്. OET പഠിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടാണ് OET റിസൾട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് അവന് 8 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കയറിപ്പോയിരുന്നത്. അപ്പോൾ അന്നേരം അവൻ ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇവിടെ വന്നാലുള്ള ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പം മിൻചേട്ടനാണെങ്കിലും ഒരു 1 ഇയർ താമസിച്ചാണ് വന്നത്. കാരണം മിൻചേട്ടൻ അവിടെ ബിസിനസ് ഉണ്ട്, പെട്ടെന്ന് വരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവരുടെ വിസ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 മാസത്തേക്ക് രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെയ്യിൽ വന്നിട്ട് ജൂണിൽ തിരിച്ചു പോയി. അപ്പോൾ അവൻ്റെ വിസ എല്ലാം പ്രോപ്പറായി. എപ്പോൾ വേണമെങ്കിലും അവനിവിടെ വരാം, അവന് വിസയുണ്ട്, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ അവനൊന്ന് വലുതായി ഒന്ന് സ്കൂളിങ്ങിൻ്റെ പ്രായം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനിപ്പം കൊണ്ടുവരാത്തത്. പിന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഓർക്കാറില്ല. എപ്പോഴും ബിസി ആയിട്ടിരിക്കും. പിന്നെ പേരൻറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം അവൻ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്, എനിക്ക് വിശ്വാസമുണ്ട്. വിൻചേട്ടൻ്റെ അമ്മയാണ് അവനെ നോക്കുന്നത്, പിന്നെ ഇടയ്ക്ക് എൻ്റെ അമ്മയും പോവും. അപ്പം ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടിലും അവൻ പ്രോപ്പറായിട്ട് ഇപ്പം അമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ സേഫാണ്. അവന് വെതറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവനെ നിർത്തിയേക്കുന്നത്. ഇപ്പം അവൻ വലുതായി. ഇപ്പോൾ ഫെബ്രുവരിയിൽ അവൻ ഉടനെ വരാൻ പോവാണ്. അപ്പം മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്നെ അവൻ പേരാണ് വിളിക്കുന്നത് ഇപ്പോഴും. അപ്പായെ മാത്രമാണ് അപ്പ എന്ന് വിളിക്കുന്നത്. പിന്നെ അപ്പായോടാണ് കൂടുതൽ കാര്യം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഒക്കെ ഉള്ളൂ. നീ ചേട്ടൻ പറഞ്ഞു. അവനെ മിസ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യാറ്? അവനെ മിസ് ചെയ്യുമ്പോഴത്തേക്കും അവനെ വിളിക്കും, അപ്പം തന്നെ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും, വിളിച്ച് കാണാൻ ശ്രമിക്കും. പിന്നെ അവിടുത്തെ സമയം ഇവിടെ ഇതുമായിട്ട് നോക്കണമല്ലോ. 5.5 മണിക്കൂർ വ്യത്യാസം വരുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ 8 മാസം ആകുമ്പോൾ നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമല്ലോ കൊച്ചിനെ. അപ്പൊ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അവന്റെ വെയിറ്റ് ഇങ്ങനെ കയ്യിലുള്ള പോലെ തോന്നുമായിരുന്നു. എപ്പോഴും അവനെ ഇങ്ങനെ എടുത്തേക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുമായിരുന്നു. അത് കുറച്ച് നാൾ നിന്നു. സൈക്കോളജിക്കലായിരിക്കും അതൊക്കെ കഴിഞ്ഞ് മാറി. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് 8 മാസം ആയപ്പോഴത്തേക്ക് നിർത്തേണ്ടി വന്നല്ലോ. അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം പിന്നെ സെറ്റായി പോകുന്നു. ഇനി അടുത്ത ചോദ്യം മിൻചേട്ടനോടാണ്. ഇവിടെ രക്ഷപ്പെടാൻ ശരിക്കും എന്താണ് നല്ലത് ബിസിനസ് പരമായിട്ട്? ബ്യൂട്ടി പാർലർ സ്കോപ്പ് ഉണ്ടോ? സൂപ്പർ മാർക്കറ്റ് ആണോ നല്ലത്? ഇവിടുത്തെ ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ബിസിനസിന്റെ അല്ല, പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഇവിടെ നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, പൈസ ഉണ്ടാക്കാൻ പറ്റും. അതല്ല അതായത് നമ്മൾ എടുക്കുന്ന ഡ്യൂട്ടി പോലെയും അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എവിടെയും റിസ്ക്കാണ് ബിസിനസ്. അപ്പം അത് നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരിതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതിപ്പോൾ എവിടെയാണെങ്കിലും, ഇവിടെയാണെങ്കിലും ശരി, അവിടെയാണെങ്കിലും ശരി, നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. മിൻചേട്ടൻ പിന്നെ ബിസിനസ് ഫാമിലിയാണ്, അതുകൊണ്ട് അത് ആണ് പ്രോപ്പറായിട്ട് പോകുന്നത്. ഇനി മിൻചേട്ടൻ്റെ നാട്ടിലെന്തായിരുന്നു ഇതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നാട്ടിലെന്തായിരുന്നു, ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഡിഫറൻസ്? നാട്ടിൽ ഗാർമെൻസിൻ്റെ ബിസിനസ് ആയിരുന്നു ഞങ്ങൾക്ക്. ടെക്സ്റ്റൈൽ ആയിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ട്. അപ്പം അത് എത്ര വർഷമായി? അതിപ്പം അപ്പാടെ സമയം മുതൽ ഏകദേശം ഒരു 40-45 വർഷമായി. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഈ 2018 മാർച്ചിലാണ് മരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം തൊട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വന്നു.
പിന്നെ ഇവിടെ ഇപ്പോൾ വന്ന് ഒരു ഗ്രോസറി ഷോപ്പ്, ഞങ്ങൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പം മുന്നോട്ട് പോകുന്നു. അപ്പം ഇവിടെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അല്ല, നമുക്ക് ഏത് കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പിന്നെ അത് എന്നാ പറയുന്നത്, നമ്മളെപ്പോഴും അറ്റ്ലീസ്റ്റ് സീറോയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക, മൈനസിലേക്ക് പോകാതെ. അതാണ് മെയിൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്ലസ് ആക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. അതെ. ബ്യൂട്ടി പാർലറിന് സ്കോപ്പ് ഉണ്ട്. പിന്നെ പാർലർ എന്ന് പറഞ്ഞാൽ എല്ലാം ഉദ്ദേശിക്കുന്നത് ബാർബർ ഷോപ്പും എല്ലാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഇവിടെ എന്താണ് നെയിൽ എക്സ്റ്റൻഷൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. മേക്കപ്പ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്തായാലും അതിന് സ്കോപ്പ് ഉണ്ട്. ഇനി നഴ്സിംഗ്, സൂപ്പർ മാർക്കറ്റ്, ബേക്കിംഗ്, വീട്ടിലെ ജോലി എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പൊ എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഞാൻ അപ്പം എനിക്ക് ഒരു മാസത്തില് ഒരു 12-13 ഡ്യൂട്ടിയേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. അതായത് എനിക്ക് ആഴ്ചയിൽ 3 ദിവസമേ ഡ്യൂട്ടി വരത്തുള്ളൂ. ആഴ്ചയിൽ 37.5 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി വരുന്നത്. ബാക്കി 4 ദിവസം ഞാൻ ഫ്രീ ആണ്. ആ ഫ്രീ ആയിട്ടുള്ള സമയത്താണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ. അത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം വിൻചേട്ടനായിരുന്നു അതിൻ്റെ സപ്പോർട്ടിങ് ഫാക്ടർ എല്ലാം. എന്താണ്, ഒരു രാവിലെ പോയി വൈകിട്ട് ജോലിയിട്ട് വരുന്ന ഒരാളായാൽ മാത്രം പോരാ, ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്തത് വിൻചേട്ടനാണ്. അങ്ങനെയാണ് ഞാൻ ബേക്കിങ് പഠിക്കാനായിട്ട് ടെൻസി മിസ് എന്ന് പറഞ്ഞ മിസ്സിൻ്റെ ഒരു ക്ലാസ്സിന് ചേർന്നത്. മിസ് നാട്ടിൽ കോഴിക്കോട് ആണ് ഉള്ളത്. അപ്പം അങ്ങനെ ചേർന്നു. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചു, പതുക്കെ പഠിച്ചു വരുന്നു. എനിക്ക് കിട്ടുന്ന ടൈമിലെല്ലാം ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഞാൻ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് വീട്ടിലെ ജോലി ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കും. അതൊന്നും വലിയ സീനില്ല. ഞങ്ങൾ 2 പേരെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിൻചേട്ടൻ കുക്കിംഗ് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതോ മടിയനാണോ? ചേട്ടന് കുക്കിംഗ് അറിയുമോ? കുക്കിംഗ് ഞാൻ ചെയ്യാറില്ല, എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. മടിയുടെ അല്ല, അത് അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം വിൻചേട്ടനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചാൽ ഭയങ്കര വലിയ ചിക്കൻ ആയിരിക്കും, അപ്പൊ എനിക്കത് വെട്ടാൻ അറിയത്തില്ല. മീനൊക്കെ മേടിച്ചാൽ ഭയങ്കര വലിയ മീനായിരിക്കും, അതെനിക്ക് വെട്ടാൻ അറിയത്തില്ല. അപ്പൊ അത് വിൻചേട്ടനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് പറ്റാത്ത കാര്യം വിൻചേട്ടൻ ചെയ്യും, വിൻചേട്ടന് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ വിൻചേട്ടന് സമയമില്ല. രാവിലെ 8 മണിക്ക് ഇവിടെ വന്നിരുന്നാൽ വൈകിട്ട് 9 വരെ ഇതിനകത്തിരിക്കണം. 7 ദിവസവും ജോലിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഒരു 90% കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറ്. പിന്നെ UK ലൈഫ് ആണോ നല്ലത് അതോ നമ്മുടെ നാടാണോ നല്ലത്? അവിടെ ചെന്നിട്ടുണ്ടായ മാറ്റങ്ങൾ. UK നിന്ന് എവിടെ കൊണ്ടുവരാൻ പറ്റിയൊരു മാറ്റം പറയാമോ? UK നിന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയൊരു മാറ്റം പറയാമോ? UK ആണോ നല്ലത്, നാടാണോ നല്ലത്? എനിക്ക് എപ്പോഴും എൻ്റെ നാട് തന്നെ ഇഷ്ടം. ഇനി അവിടെ ചെന്നിട്ടുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നും പറയാറായിട്ടൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വന്ന ഇടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ എന്നാ പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പരിചയപ്പെട്ട് നമ്മൾ അതുമായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ശീലമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് തണുപ്പ്, കാലാവസ്ഥ മാറുന്നത്, അതൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. അവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ലല്ലോ ഇവിടെ. വന്നതിന് ശേഷം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് UK നിന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ ഒരു മാറ്റം, അതായത് ഇവിടുന്ന് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു മാറ്റം എന്നാണ് ഇവിടെ എന്താ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിലുള്ള മാറ്റമാണ് ഞാൻ കണ്ടതിൽ. നമ്മുടെ അവിടെ ഈ പറയുന്ന പോലെ റോഡ് ആക്സിഡന്റുകളൊക്കെ വളരെ കൂടുതലല്ലേ. അത് She was sleeping on the job yesterday. Oh, I see. She is the owner, no? I am the owner, so I can sleep. Okay. അപ്പോൾ നമ്മൾ എന്നാ പറഞ്ഞേ? അപ്പം ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലൊരു
അതായത് ഒരു എന്നാ പറയുക പ്രോപ്പറായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റുകളൊന്നും ഇവിടെ ഈ പറഞ്ഞ പോലെ ഇല്ല, നമ്മുടെ അവിടുത്തെ പോലെ. ആക്സിഡൻറ്റുകൾ അങ്ങനെ കുറേ പേര് എന്നാ പറയുന്നത്, നമ്മൾ എന്തേലും ആൾക്കാർ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോകുന്നു പെട്ടെന്ന് തന്നെ പ്രായമാകുന്നതിന് മുന്നേ. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ നോക്കിയിട്ട്. അപ്പം വിൻചേട്ടൻ അവിടെ ഓടിച്ചപ്പോഴാണോ ഇവിടെ ഓടിച്ചപ്പോഴാണോ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് തോന്നിയത്? എന്താണ്, അതാണോ ടഫ്, ഇതാണോ ടഫ്? സ്മൂത്തായിട്ട്, അതായത് സ്മൂത്തായിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, അതായത് സ്മൂത്തായിട്ട് ഓടിക്കുക എന്നുള്ളതല്ല, ഇവിടെ നമ്മൾ എപ്പോഴും ഭയങ്കര എന്നാ പറയുന്നത്, നമ്മുടെ പുറത്തുള്ള ആൾക്കാരുടെയും നമ്മുടെ നമുക്കുള്ള സേഫ്റ്റി നോക്കിയിട്ടാണ് ഇവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പിന്നെ പെഡസ്ട്രിയൻസിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൾക്കാർ നടക്കുമ്പം നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് വണ്ടി നിന്ന് തരും, അങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൺ ആരും യൂസ് ചെയ്യാറില്ല. അല്ല, അത് കേൾക്കും, അങ്ങനെയല്ല, നമ്മുടെ അവിടത്തെ പോലെ ഹോൺ യൂസ് ചെയ്യല് പരിപാടി ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാ പറയാൻ പോകുന്നത്, വേറെ എന്നാ ചോദിച്ചപ്പോ കൊണ്ടുവരാൻ പറ്റിയ മാറ്റം, അത് മാറ്റം ഇതൊരു മെയിൻ മാറ്റമാണ് ഞാൻ നോക്കിയിട്ട് ഈ ട്രാഫിക് സംഭവത്തിന്റെ. എനിക്ക് കൊണ്ടുവരാൻ തോന്നിയ മാറ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ നമ്മുടെ നാട്ടിലെ രീതി, ഇവിടുത്തെ രീതി, ഇവിടെ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ ആളുകൾക്ക് അറിയണമല്ലോ. ഇവിടെ അങ്ങനെയില്ല, അവനവൻ്റെ കാര്യം നോക്കിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ ഒരു മാറ്റം നാട്ടിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ചോദ്യങ്ങൾ, സൊസൈറ്റിയുടെ ചോദ്യങ്ങൾ, അത് എനിക്ക് മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കിവിടെ വന്ന മാറ്റം പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടെ കുറേ ആൾക്കാരോടൊക്കെ കുറേ എന്താണ് മിങ്കിൾ ചെയ്യാനൊക്കെ പഠിച്ചു, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. എന്നോടാണ് ചോദ്യം, മദ്യപാനം ഡെയിലി ഉണ്ടോ അതോ ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ അവിടെ കിട്ടാവുന്ന നല്ല ബ്രാൻഡ്? വിൻചേട്ടന് കമ്പനി കൊടുക്കാൻ ഞാൻ കഴിക്കാറുണ്ട്. ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാ? ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. കാരണം ബ്രാൻഡ് ഇവിടെ അല്ലേ ഇതിന്റെ മെയിൻ. സ്കോട്ട്ലാൻഡ് തൊട്ടടുത്തുള്ളതുകൊണ്ട് മെയിൻ സ്ഥലം ഇത് തന്നെയാണല്ലോ. സ്കോട്ട്ലാൻഡിൽ പോയാൽ സ്കോച്ച് അല്ലേ? അതെ, സ്കോച്ച് വിസ്കിയുടെ മെയിൻ ഏരിയ സ്കോട്ട്ലാൻഡ് ആണല്ലോ. അതെ, അവിടെ ഒക്കെ പോയപ്പോൾ ഞാൻ സ്കോച്ച് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ടല്ലോ. ഉണ്ട്. അത് പിന്നെ ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ പബ്ബിൽ പോകാറുണ്ട്. അതൊക്കെ ഇവിടുത്തെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ കൾച്ചറിന്റെ ഭാഗം നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ എന്തുകൊണ്ടും എന്നാ പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം നമുക്ക്. അതെ, ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഇതല്ല, പക്ഷെ അതിലൊന്നും വലിയ നമ്മൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്കിഷ്ടം സന്തോഷമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഉള്ള മൊമെന്റ്സ് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. No. You know where what? Maybe you can get from the spa. Okay. നമ്മുടെ നാട്ടിലെ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താണ് അവിടെ ചെന്നിട്ട്, ഫാമിലി ഒഴിച്ച്? അതായത് അമ്മ കൊച്ച് അങ്ങനെയൊന്നുമല്ല, അല്ലാതെ ഇഷ്ടം പോലെ കാണുമല്ലേ? ഫാമിലി ഒഴിച്ച് ബാക്കി എനിക്ക് മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ആണ് മെയിനായിട്ട്. ഫ്രണ്ട്സ്, അടിച്ചുപൊളി, ടൂറ്, അതൊക്കെ. എനിക്ക് പിന്നെ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് മിസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. കാരണം ഇവിടെ നമുക്ക് ആശുപത്രിയിൽ പോകാനോ കാണിക്കാനോ ഒക്കെ ഭയങ്കര പാടാണ്. നമുക്കൊരു പനി വന്നാൽ ചിലപ്പോൾ ആ പനി മാറി 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. വാക്കിൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നേരെ ഡോക്ടറിൻ്റെ അടുത്ത് കയറി ചെല്ലുക, ഇത് മരുന്ന് മേടിക്കുക, ഇഞ്ചക്ഷൻ വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അത് ഭയങ്കര ടഫാണ്. അതാണ് എനിക്ക് ഇവിടെ മിസ് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ എനിക്ക് എന്തോ ലക്ക് കിട്ടി, എന്റെ കൈ ഒടിഞ്ഞ് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ അവരത് അറ്റൻഡ് ചെയ്തു. ലക്ക് ഉണ്ടെങ്കിൽ ഇവർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ഒരു നീ സർജറിക്ക് തന്നെ 6 വർഷമായിട്ട് കാത്തിരിക്കുന്ന പേഷ്യൻസിനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേ?
6 വർഷമായിട്ട് ആ കാലുവേദനയും കൊണ്ട് നടക്കുന്നവരുണ്ട്. ആ കാര്യത്തിൽ ഇവർക്ക് എന്തേരെ പൈസയുള്ള രാജ്യമാണെന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല, ഒന്നുമില്ല. അത് ഇന്ത്യ തന്നെ കണ്ടു പഠിക്കണം. വെറും കേരളത്തിലെ ഉള്ള കാര്യം പറഞ്ഞത് കേരളത്തിലെ രീതി കണ്ടു പഠിക്കണം. നമ്മുടെ ഭയങ്കര ഗവൺമെന്റ്, നമ്മുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർ കണ്ടുപഠിച്ചാൽ, ഇന്ത്യ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, കേരളത്തിലെങ്കിലും രീതി ഇവർ കണ്ടുപിടിച്ചാൽ സെറ്റപ്പ് ആയിരിക്കും. കേരളത്തിലെങ്കിലും നല്ല കേരളത്തിലാണ് നമ്പർ 1 ഇപ്പൊ പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലാണ് നമ്പർ 1. അതിനകത്ത് ആർക്കും തർക്കമില്ല. അത് കണ്ടു പഠിക്കണം. പിന്നെ ആർക്കും തർക്കമില്ലെന്നല്ല കേട്ടോ, എനിക്ക് തർക്കമില്ല. ഇനി എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്, ആർ യു ഗൈസ് റിയലി ഹാപ്പി ദേർ? ശരിക്കും നമ്മളിവിടെ ഹാപ്പി ആണോ? ചില ടൈമില് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, ചില സമയത്ത് നമ്മൾ നിന്നേ പറ്റുള്ളൂ. അറിയാലോ, നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം സർവൈവ് ചെയ്യണ്ടേ, അപ്പം നമുക്ക് നിന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളങ്ങ് മാറുക എന്നുള്ള, എവിടെ ചെന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങ് മാറുക എന്നുള്ള, അല്ലാതെ നമുക്ക് എപ്പോഴും ഒരു വിഷമോ സങ്കടമൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. ഒരു മിക്സഡ് ഫീലിംഗ് അല്ലേ? ചിലപ്പോൾ ഹാപ്പി, ചിലപ്പം ഇത്. എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡന്റിറ്റി തന്നതും ഞാനൊരു ഫിനാൻഷ്യലി ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയതും ഈ രാജ്യമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, അവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം ഒരു പെർമനന്റ് റെസിഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെല്ലാവരും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ഇവിടെ പിന്നെ നമുക്ക് വിഷമങ്ങളൊന്നും കാണത്തില്ല. പിന്നെ അല്ലാത്ത വേറെ നൊസ്റ്റാൾജിയ അങ്ങനത്തെ സംഭവം, അമ്പലം, പുഴ, കട, അതൊന്നും എനിക്കില്ല. പക്ഷെ എനിക്കുണ്ട് അതൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അവിടെ സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ടോ, അതോ ഒരു 5-6 ഇയേഴ്സ് നിന്നിട്ട് നാട്ടിലേക്ക് പോരുമോ? ഇവിടെ സെറ്റിൽ ആവാൻ ഒരു പ്ലാനും ഇല്ല. എത്ര പെട്ടെന്ന് വീട് പിടിക്കുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, എനിക്ക് സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല സെറ്റിൽ ആവുന്നതുകൊണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന കാര്യം. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് PR കിട്ടിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും GCC കൺട്രി, GCC അല്ലേ, GCC കൺട്രിയിലേക്ക് മാറുക. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എല്ലാ സെറ്റപ്പും നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഞാൻ നാട്ടിൽ വിൻചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സുഖമായിരുന്നു, എനിക്കൊരു പണിയില്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നാട് തന്നെയാണ് നല്ലത്. പിന്നെ നേഴ്സിംഗ് ആണോ, ബേക്കിംഗ് ആണോ, സൂപ്പർ മാർക്കറ്റ് ആണോ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ജോലി ഏതാണ്? ബേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം കേക്ക് ഉണ്ടാക്കുന്നതിൽ 90% ഹെൽപ്പ് ചെയ്യുന്നതും വിൻചേട്ടനാണ് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, കേക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നതൊക്കെ വിൻചേട്ടനാണ്. അപ്പോൾ ഇത് മൂന്നും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാം ഒരു പരിധി വരെയൊക്കെ എൻജോയ് ചെയ്യുന്നുള്ളൂ. സമയം കിട്ടുന്ന പോലെയൊക്കെ എല്ലാം ചെയ്യും. ഏറ്റവും എൻജോയ് ചെയ്യുന്നത് വെറുതെ ഇരിക്കാനാണ്. വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അത് നല്ലൊരു എൻജോയ്മെന്റാ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ, ഈ ഫ്രണ്ട്സ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങിയപ്പോൾ നേരിട്ട സ്ട്രഗിൾസ്. ഇവിടെ ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് സ്ട്രഗിൾസ് ഒന്നുമില്ല. നാട്ടിലെക്കാട്ടിലും പിന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊക്കെ, മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് കമ്പനി ഓപ്പൺ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റും ഉണ്ട് ഈ രാജ്യത്ത്. ബിസിനസ് ചെയ്യുന്നവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഇവിടെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്? അതായത് ടാക്സിന്റെ കാര്യങ്ങൾ, കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കാര്യം, അങ്ങനെ കുറേ നൂലാമാലകളില്ല. അതൊക്കെ പറഞ്ഞു തരാനും ഒക്കെ നമുക്ക് ടാക്സിന്റെ നമ്മുടെ അക്കൗണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ നാട്ടിലാണ് കൂടുതൽ പേപ്പേഴ്സും കാര്യങ്ങളും അത് പാസ്സാവുകയും ഒക്കെ വേണ്ടത്. ഇവിടെ അതുപോലത്തെ ഇച്ചിരി സമയം എടുക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ. പക്ഷെ ഇപ്പൊ അത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഒരു കമ്പനിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പിന്നെ ചോദിച്ചേക്കുന്നത്, ഇവിടെ ബിസിനസ് തുടങ്ങുന്നതാണ്, നാട്ടിൽ ബിസിനസ് തുടങ്ങുന്നതാണ് പ്രോഫിറ്റബിൾ, എന്താണ് അതിലെ വ്യത്യാസം? അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഓരോന്നിനും ഓരോ ഇതാ. ഇവിടെ നഷ്ടപ്പെടുന്ന എന്തേരെ ബിസിനസ്സുകളുണ്ട്, നഷ്ടം വരുന്ന എന്തേരെ ആൾക്കാരുണ്ട്, എത്ര കടകൾ പൂട്ടിപ്പോകുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പം കടയായാലും ഈ പറഞ്ഞ പോലെ എന്ത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും പൂട്ടിപ്പോകുന്നവരും ഉണ്ട്, നല്ലപോലെ വിജയിക്കുന്നവരും ഉണ്ട്. 2 ഭാഗവും ഉണ്ട് എവിടെയാണെങ്കിലും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
വിൻചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ്? അങ്ങനെയില്ല, എനിക്ക് ബ്രാൻഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. എല്ലാ ബ്രാൻഡും പണ്ട് മുതലേ ബ്രാൻഡുകളോട് ഭയങ്കര താല്പര്യം. എന്ന് വെച്ചാൽ ക്ലോത്തിങ്ങിൽ ഒരു ബ്രാൻഡ്, അങ്ങനെ ഓരോരോ ബ്രാൻഡ് പറ. അങ്ങനെ ക്ലോത്തിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ്? നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകളെ നമുക്കിപ്പം മെയിൻ ആയിട്ട് നോക്കാൻ അല്ല, പറ്റും. മേടിക്കുന്നതല്ല, ഇഷ്ടമുള്ള ബ്രാൻഡ്. അങ്ങനെയില്ല, എനിക്ക് എന്നാ പറയുന്നത്, എനിക്ക് ലിവൈസ് ഭയങ്കര ഇഷ്ടമാണ്. ലിവൈസിന്റെ ജീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊന്നും വലിയ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു വലിയ ബ്രാൻഡ് അല്ല. ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള അത് ഏറ്റവും കുറഞ്ഞ ബ്രാൻഡാ ഇവിടുത്തെ ബ്രാൻഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടംമാതിരി ബ്രാൻഡുകളുണ്ടല്ലോ. അൾട്രാ ലക്ഷറി ആയിട്ടും ഹൈ എൻഡ് ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഓരോ പ്രൊഡക്ഷനൊക്കെ. ഓക്കെ. പിന്നെ ചോദിച്ച ഒരു ചോദ്യം, സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെയാന്ന് വെച്ചാൽ ബിസിനസ്, സൂപ്പർ മാർക്കറ്റിൻ്റെ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടുത്തെ റൂൾസും നാട്ടിലെ റൂൾസും തമ്മിൽ ബിസിനസ്സിൽ വ്യത്യാസം ഉണ്ടോന്ന്? റൂൾസ് തമ്മിൽ വ്യത്യാസം? ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്, നമ്മൾ അതെല്ലാം പാലിക്കണം. അതായത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിനൊക്കെ വരും. ഹൈജീൻ ആയിരിക്കണം. പിന്നെ നമ്മൾ എന്നാ പറയുന്നത്, ഒരുപാട് സംഗതികൾ വേറെ വേറെ ഉണ്ട്. ഇവരുടെ ഓരോരോ റൂൾസ് ഉണ്ട്. ഐറ്റംസ് വെക്കുന്നതിൽ വരെ ഓരോരോ റൂൾസ് ഉണ്ട്. ട്രെയിനിങ് വരെ ഉണ്ട്. മീൻസ് ഇതിനകത്ത് ട്രെയിനിങ് വരെ ചെയ്തായിരുന്നു. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. ഇനി സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുന്ന പിള്ളേരോട് എന്താ പറയാനുള്ളത്? സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന പിള്ളേരോട് പറയാനുള്ളത്, കുറേയൊക്കെ പിള്ളേർ ഈ പറഞ്ഞ പോലെ പൈസ ഒരുപാടൊക്കെ മുടക്കി ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അവസാനം ഈ പഠിത്തം കഴിയുമ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ അവർക്ക് 2 വർഷം ആയതുകൊണ്ട് സ്റ്റേ ബാക്ക് കിട്ടും. അതിനുള്ളിൽ ഒരു ജോലി, അതായത് ആരും ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, വിസ കൊടുക്കുന്ന ഒരു ജോലി, വിസ കിട്ടുന്ന തരത്തിലുള്ള ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഈ മുടക്കുന്ന പൈസ എല്ലാം ഭയങ്കര നഷ്ടമാണ്. ഒരുപാട് പേര് പറഞ്ഞറിവ് കേട്ടോ. നമുക്ക് കടയിലൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരോട്ട് സംസാരിച്ച് ഒക്കെയുള്ള ഒരു ഇതിൻ്റെ ഇതാണ്. അപ്പം മെയിനായിട്ടും ഇവിടെ നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സ് കണ്ടുപിടിക്കുക, അല്ലേ? ഇപ്പം നേഴ്സിംഗ് ആണെങ്കിൽ ഹെൽത്ത് മേഖലയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവർ ഹോസ്പിറ്റലിലോട്ട് തന്നെ എടുത്ത് അവര് വർക്ക് വിസ കൊടുക്കും, അല്ലേ? അങ്ങനെയല്ലേ? ചെറിയ ചെറിയ കോഴ്സ് പഠിച്ച് ഇവിടെ എങ്ങനെയും എത്തിപ്പറ്റാന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അബദ്ധമായിരിക്കും ഞാൻ പറയത്തുള്ളൂ. നമുക്ക് വരാം, ഈ പറഞ്ഞ പൈസ മുടക്കിയ വരാം, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. റൂൾസ് ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ട് വീട് പണയം വെച്ച് വന്നിട്ട് തിരിച്ചു പോയി വീട് പണയം എടുക്കുന്ന പോലെ ഇരിക്കും. അതുപോലും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അതായത് റൂൾസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, എപ്പോഴുള്ള എന്ത് വേണമെങ്കിലും മാറാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇവരെ പെട്ടെന്ന് കൊണ്ടുവന്നത്. വിസയുടെ കാര്യങ്ങളൊക്കെ പ്രശ്നമാവും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എന്ത് വേണേലും മാറാം, എപ്പോൾ വേണേലും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ലച്ചുനോ അച്ചുനോ അപ്പൂനോ വസുനോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബെറ്റർ? അതായത് വിൻചാൻ്റെ ഒരു കോണ്ടാക്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് വരാനാണ് എളുപ്പം? സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വരുന്നതാണോ നല്ലത്? അവർക്ക് പിന്നെ സ്റ്റുഡന്റ് ആയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ, വേറെ മാർഗ്ഗമില്ലല്ലോ. അതെ. അല്ലെങ്കിൽ പിന്നെ ഇവരെന്തെങ്കിലും വിസ ഒക്കെ ഓഫർ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു യൂത്ത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുന്നു. 6000 3000 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത്രയും ഇത് ഓരോ വർഷവും ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് വിസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 2 വർഷത്തേക്കാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കണ്ടുപിടിച്ചിട്ട് സെറ്റ് ആവാനുള്ള സമയമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുക. ഇനി പിന്നെ എന്നോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ഇവിടെ നഴ്സുമാരെ എടുക്കുന്നില്ലല്ലോ 2-3 വർഷമായിട്ട്, 2 വർഷമായിട്ട് എടുക്കുന്നില്ല. അപ്പം ഇവിടെ വന്ന് ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി കണ്ടുപിടിച്ച് അങ്ങനെ നേഴ്സായിട്ട് കയറാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ?
അതായത് നാട്ടിൽ നിന്ന് ഞാൻ വന്ന പോലെ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി കണ്ടുപിടിച്ച് തിരിച്ചു പോയിട്ട് ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാവോ? അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജൂനിയേഴ്സ് ചോദിച്ചത് അത്. അതായത് അങ്ങനെ ഇപ്പൊ ഇവിടെ നഴ്സസിനെ എടുക്കുന്നില്ല. ദുബായിലൊക്കെ പോയി ഇങ്ങനെ ജോലി കണ്ടുപിടിക്കുന്നത്. കാരണം യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് അത് എനിക്കറിയാവുന്ന പറയാം. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. ആദ്യം നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്തൊന്നും എന്താണ് എക്സ്പീരിയൻസ് വലിയ പ്രോബ്ലം അല്ലായിരുന്നു. 6 മാസത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി കയറായിരുന്നു. പക്ഷെ ഇപ്പോൾ എക്സ്പീരിയൻസ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ കോവിഡ് സമയത്ത് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ OET എഴുതണം. OET എഴുതുന്നതിന് ഒരു 35,000 രൂപ ചിലവുണ്ട്. അത് കഴിഞ്ഞിട്ട് OET പാസ്സായി കഴിഞ്ഞിട്ട് അടുത്ത CBT എഴുതണം. CBTക്കും ഒരു 8,000-7,000 രൂപ എന്തോ ചിലവുണ്ട്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ 18 രൂപയോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഇതേ പൈസ തന്നെ കൊടുക്കണം. തേർഡ് സ്റ്റേജിലും ഇങ്ങനെ എത്രയോ കൂടുതൽ പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിയുന്നതിന് മുന്നേ തന്നെ, ഈ പ്രോസസ്സ് എല്ലാം കഴിയുന്നതിന് മുന്നേ നമ്മുടെ OET എക്സ്പയർ ആവാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം നാട്ടിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാലും OSCE എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇവിടെ വന്നേക്കുന്ന പിള്ളേർക്ക് പോലും ഇപ്പോൾ ഇവിടെ ഇതില്ല, വേക്കൻസി ഇല്ല. കാരണം ഫണ്ടില്ലാത്തതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. അപ്പം ഈ ഒരു നേഴ്സിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 12 ലക്ഷം രൂപയോളം ചിലവുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, നമ്മുടെ എല്ലാ ചിലവുകളും എല്ലാം ഇവരാണ് നോക്കുന്നത്. കൊണ്ടുവരുന്ന സാധനം മാത്രമേ ഉള്ളൂ നമുക്ക് മേടിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ പൈസ എല്ലാം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ തിരിച്ചു തരുകയും ചെയ്യും. നമ്മൾ OET എഴുതിയ പൈസ അടക്കം നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇപ്പം അവരതങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ വരാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ MSc നഴ്സിംഗ് എടുക്കാനായിട്ട് സ്റ്റുഡൻ്റായിട്ട് വരാം. അങ്ങനെ വന്നിട്ട് ഇവിടെ ബാക്കി ട്രെയിനിങ് നടത്തിയാൽ OSCE ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കിട്ടും MSc ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എന്നാ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പം ഓസ്ട്രേലിയക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പം മിക്കവാറും അത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരില്ലാതെ വരുമ്പോൾ ചിലപ്പം വേക്കൻസി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് പറയാൻ പറ്റത്തില്ല, എന്ത് വേണേൽ സംഭവിക്കാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ടാറ്റാ.